അയ്യോ, റോണിയേട്ടൻ്റെ ഇവിടെ എന്ത് ചെയ്തു? എന്താ റോണിയേട്ടൻ ഇവിടെ ഒരു പാട്? ആ, അതോ മോളു, അത് ഞാൻ വാഷ്റൂമിൽ ചെന്നപ്പോഴേ അവിടെ ഒരു ആട്ടാമ്പുഴ ഉണ്ടായിരുന്നു. ആ ആട്ടാമ്പുഴ കയറിയതിൻ്റെ അടയാളമാണ് ഈ കിടക്കുന്നത്. ആട്ടാമ്പുഴ തന്നെ. ഞാൻ എന്തോ ഒന്നിങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലന്തിയല്ല, എന്തായാലും ആട്ടാമ്പുഴ ആട്ടിയതാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ മനോഹർ നമ്മുടെ നിഷയെ പറഞ്ഞ് പറ്റിക്കുകയാണ്, പറഞ്ഞ് ഒരു വിധത്തിൽ പറഞ്ഞ് മയപ്പെടുത്തി എടുത്തിരിക്കുകയാണ് നമ്മുടെ മനോഹർ. എന്തിനായിരിക്കും മനോഹർ ഇങ്ങനെ പറ്റിച്ചതെന്നറിയാമോ? നമ്മുടെ കിരണിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഒന്നൊന്നര തല്ല് മേടിച്ച് വെച്ചിട്ടാണ് അടയാളവും കൊണ്ട് ചെന്നിട്ട് നമ്മുടെ നിഷയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മനോഹർ വാഷ്റൂമിൻ്റെ അവിടെ ഇങ്ങനെ താറിനിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു അറ്റൻഡർ വന്നിട്ട് ചോദിക്കുകയാണ്, സാർ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഓ, സാറിൻ്റെ വൈഫല്ലേ എവിടെ ഇരിക്കുന്നത്? അതെ. അല്ല, ഇവിടെ ഉണ്ടല്ലോ, ഇതിന് പിന്നിലൂടെ വാതിൽ വല്ലതും ഉണ്ടോ? വാതിലുണ്ട്. എന്താ സാറേ, എന്തിനാ? ഓടാനോ? അതെ. എൻ്റെ വയറിന് നല്ല സുഖമില്ല, വയറിന് നല്ല വേദനയുണ്ട്. അപ്പോഴേ എനിക്ക് ടോയ്ലറ്റിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകണം. അതുകൊണ്ടുണ്ടല്ലോ, മുൻവശത്തൂടെ പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കില്ലേ, അതെനിക്കെന്തോ നാണക്കേട് പോലെ. അതുകൊണ്ട് ബാക്കിൽ കൂടെ ഓടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം നമ്മുടെ മനോഹർ. അപ്പോൾ പുള്ളിക്കാരൻ പറയണം, നമ്മുടെ സപ്ലയർ പറയാണ്, സാറിൻ്റെ വൈഫ് അവിടെ ഇരിപ്പുണ്ട്, അവൾ അവിടെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മനോഹർ അങ്ങനെ അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം കിരണും കല്യാണി അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവരുടെ മുന്നിൽ കൂടെ ചെല്ലാൻ പറ്റില്ലല്ലോ, ഒരു പക്ഷേ എല്ലാ പദ്ധതികളും പൊളിഞ്ഞാലോ. അങ്ങനെ പുള്ളിക്കാരൻ പേടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ക്ലാസ്സൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അറ്റൻഡർ വന്നിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം കിരണിനോട് കല്യാണി പറയാണ്, കിരണേട്ടാ, നമുക്ക് ഇതങ്ങ് പറയണ്ടേ, നിഷയെ അറിയിക്കണ്ടേ ഈ സംഭവം ഒക്കെ, അതായത് മനോഹറിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ കിരൺ പറയണേ, വേണ്ട കല്യാണി, വേണ്ട, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവൾ വിതച്ചത് തന്നെയാണ് അവളിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളായിട്ട് അത് പറയണ്ട, അവൾ ഇത്തിരി പെടട്ടെ, അതിന് ശേഷം നമുക്ക് പതുക്കെ കൊണ്ട് അവളെ അറിയിക്കാം. ഇപ്പോൾ അറിയിക്കാനൊന്നും നിൽക്കേണ്ട. കാരണം ആ മേഘനയെ എന്തുമാത്രം പാടുപെടുത്തിയിട്ടുണ്ട് ഇവളുടെ അമ്മയും കൂടെ ചേർന്ന്. അതുകൊണ്ട് ഇവൾക്ക് ഈ ദൈവമായിട്ട് കരുതി വച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് അവൾ അനുഭവിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയണ, ഇതുവരെയും ആ മനോഹർ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അവനെവിടെയെങ്കിലും ഒളിഞ്ഞു നിൽക്കുകയായിരിക്കും. അപ്പോൾ ഉടനെ കിരൺ പറയണ, അവനങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കാരണം ഉണ്ടല്ലോ, നല്ല 2 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട് അവന്. 2 എണ്ണം കൊടുത്താൽ മാത്രം പോരായിരുന്നു കിരണേട്ടാ, അവൻ്റെ നെഞ്ചിടിച്ച് കലക്കണമായിരുന്നു. അതിപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം ചെയ്തിട്ടില്ല. 2 എണ്ണം ഞാൻ അവന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മുഖത്താ കൊടുത്തത്, അതുകൊണ്ടേ ചിലപ്പോൾ അവൻ്റെ കവിളിൽ മിക്കവാറും അടയാളം കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇവള് ചോദിക്കില്ലേ കിരണേട്ടാ? ചോദിക്കണമല്ലോ. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളും. പിന്നെ അവൻ്റെ നാവുണ്ടല്ലോ, എപ്പോഴും സത്യസന്ധമായിട്ട് സംസാരിക്കില്ലല്ലോ. അപ്പോഴ് എന്തെങ്കിലും ഒരു കള്ളത്തരം പറയാനുള്ള ആ ഒരു അടവ് അവന് ദൈവമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടേ അവൻ അവിടെ പിടിച്ചു നിന്നോളും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മനോഹറിനെ പറ്റി നമ്മുടെ കിരൺ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കല്യാണി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളടുത്ത് പോയി 2 വർത്താനം പറഞ്ഞിട്ട് പോവാൻ കിരണേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയണ, എന്തായാലും അവളോട് 2 വർത്താനം പറഞ്ഞേ പറ്റൂ, അല്ലാതെ പോയാലുണ്ടല്ലോ നമ്മൾ വെറും മടയരായി പോവില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കിരണും കല്യാണിയും കൂടെ നേരെ നമ്മുടെ നിഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ കല്യാണിയാണ് ചോദിക്കുന്നത്. കല്യാണി ചോദിക്കണേ, അല്ല നീ എന്താ ഇവിടെ? എനിക്കെന്താ ഇവിടെ വന്നുകൂടെ? അല്ല, നിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ, എന്നിട്ട് നീ എന്താ ഒറ്റയ്ക്കേ ഉള്ളോ ഇവിടെ? ഞാൻ ഒറ്റയ്ക്കോ അല്ലാതെ ആവട്ടെ, എൻ്റെ കാര്യമൊക്കെ ഇപ്പം എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? അല്ല, നിൻ്റെ ഹസ്ബൻഡ് എന്തിയേ? എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ട് ഇപ്പം നിനക്കെന്ത് വേണം? അപ്പോൾ ഉടനെ കിരൺ പറയണ, അല്ല, കല്യാണത്തിന് വന്നിട്ട് പോലും നിൻ്റെ ഹസ്ബൻഡിനെ ആർക്കും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ കല്യാണി പറയണ, മുഖം മറച്ചല്ലേ വന്നത്, അതുകൊണ്ട് ആളെ കണ്ടില്ല, അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പം നീ കാണണ്ട, അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ ഉടനെ കല്യാണി പറയണം, കാണണ്ടെങ്കിൽ കാണണ്ട, നീ ഒരു കാര്യം ചെയ്യ്,
നീ പൊതിഞ്ഞു കൊണ്ട് കടന്നോ, അത് തന്നെയാണ് നിനക്ക് നല്ലത് എന്ന് പറയണം. അപ്പോൾ ഉടനെ നിഷ പറയണം, ആ അതെ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നിങ്ങൾ ആരും എൻ്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ. എനിക്കിഷ്ടമല്ല നിങ്ങളെ ആരെയും. ഞങ്ങൾ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് ഒരുത്തിയില്ലേ, അവളെ സംരക്ഷിക്കുന്നവരല്ലേ നിങ്ങൾ. അതുകൊണ്ടേ അവളോടുള്ള വെറുപ്പ് എനിക്ക് നിങ്ങളോടും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിരൺ പറയുകയാണ്, പണ്ടൊക്കെ ഉണ്ടല്ലോ ദൈവം പതുക്കെ പതുക്കെ കൊടുക്കോളായിരുന്നു, ഇപ്പോൾ അതുപോലെയൊന്നും അല്ല. ഇപ്പോഴുണ്ടല്ലോ ഒരാളൊരു തെറ്റ് ചെയ്താലുണ്ടല്ലേ അപ്പപ്പോഴും കൊടുക്കും. നീ എന്തായാലും മേഘനയോട് കാണിക്കുന്ന ഈ ഒരു അവഗണനയൊക്കെ ഉണ്ടല്ലോ, ഇതിന് ദൈവം നിനക്ക് കൂലി തരാതിരിക്കില്ല. അതുകൊണ്ടേ നീ സമാധാനമായിട്ടിരുന്നോ. അപ്പോൾ അന്വേഷ പറയണം, ആ എനിക്ക് അങ്ങനെ കൂലി വല്ലതും തരുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാനത് 2 കൈ നീട്ടി മേടിച്ചോളാം, നിങ്ങൾ ആരും വരണ്ട. ആ പിന്നെ ഞാനൊരു കാര്യം പറയാം, കല്യാണിയാണേ പറയുന്നത്, ഞാനൊന്ന് പറഞ്ഞേക്കാം. നിൻ്റെ ജീവിതത്തിലെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ ജീവിതം തകർന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, നീ നേരെ മേഘനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നെങ്കിലുണ്ടല്ലോ അവൾ അതൊക്കെ ക്ഷമിക്കും. പക്ഷേ നിൻ്റെ മനസ്സല്ല അവൾക്ക്. അപ്പോൾ ഉടനെ നിഷ പറയണേ, അങ്ങനെ ആരെടുത്ത് പോവേണ്ടി വന്നാലും ഞാൻ എന്തായാലും അവളടുത്തോട്ട് വരില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ കിരൺ പറയണേ, ദേ എന്തായാലും മേഘനയുണ്ടല്ലോ അവിടെ ശാന്തമായാണ് ജീവിക്കുന്നത്, അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ നേരത്തെ മരിച്ചുപോയി എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് ഈ ജന്മം അവളെ വിട്ടൊഴിഞ്ഞ് പോകാനൊന്നും പോകുന്നില്ല. അവളുടെ കുഞ്ഞിന് അച്ഛനില്ല എന്നുള്ളൊരു ദുഃഖവും ഒക്കെ ഉണ്ട് എന്നല്ലാതെ അവൾക്ക് അവിടെ വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിൻ്റെ ജീവിതം അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നീ ഈ ചെയ്ത് കൂട്ടുന്നതിൻ്റെയൊക്കെ ഫലം നീ ഒരിക്കൽ അനുഭവിക്കേണ്ടി വരും. ഓ ഞാൻ അനുഭവിച്ചോളാം, എന്തായാലും നിങ്ങളാരും വരണ്ട, ഞാൻ അനുഭവിക്കുന്നെങ്കിലേ അത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ കിരൺ പറയണം, നീ കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരൺ കല്യാണിയും കൂട്ടി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അവരൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ തപ്പി തപ്പി വരികയാണ് നമ്മുടെ മനോഹർ വരികയാണ്. മനോഹർ വന്നിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. ആ മോളു എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ആ റോണിയേട്ട ഇത്രയും നേരം എവിടെ ആയിരുന്നു റോണിയേട്ട? അപ്പം അത് ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു മോളു. ആ അയ്യോ, റോണിയേട്ടൻ്റെ മുഖത്ത് എന്താ ഒരു പാട്? അത് അത് പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിൽ ചെന്നപ്പോഴേ അവിടെ ആട്ടാമ്പുഴു ആട്ടിൻ്റെ അടയാളോടി കിടക്കുന്നത്. ആട്ടാമ്പുഴു, ഇത് നീളത്തിന് നല്ല കനത്തിൽ. ആ അതേ മോളോ, അവിടെ ടോയ്ലറ്റ് ഒരു വൃത്തിയൊന്നുമില്ലായിരുന്നു. ഞാൻ കയറിയപ്പോഴുണ്ടല്ലോ എന്തോ ഇങ്ങനെ ഇഴഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്ത് ചെയ്തെന്നോ, ഞാനിങ്ങനെ എന്തോ ഇങ്ങനെ പറിച്ചെടുത്ത് ഞാൻ കളഞ്ഞു. പക്ഷേ എന്തായാലും അത് ചിലന്തിയൊന്നുമല്ല. പക്ഷേ അതെന്തോ ഒരു വലിയ ആട്ടാമ്പുഴുവാണ്. അതാ ഈ അടയാളം. ഓ എന്തായാലും വല്ലാത്ത കഷ്ടമായിപ്പോയി റോണിയേട്ടാ, നല്ല കനത്തിനാണ് കിടക്കുന്നത്. കണ്ടാലേ തല്ല് കൊണ്ടാണെന്നേ പറയൂ. തല്ല് കൊണ്ടൊന്നുമല്ല, ആട്ടാമ്പുഴു. ആ അതെന്തെങ്കിലും ആവട്ടെ. ഇത്രയും വൃത്തികെട്ട ടോയ്ലറ്റൊക്കെയാണ് ഇവിടെ ഉള്ളെങ്കിലേ നമുക്കതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റൂ. അയ്യോ വേണ്ട, കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് മൊത്തത്തിൽ കൊള്ളൂല മോളൂ, ഈ പുറമേ കാണുന്ന കണക്കൊന്നുമല്ല. ടോയ്ലറ്റൊക്കെ ഉണ്ടല്ലോ അളിഞ്ഞ് കിടക്കുകയാണ്, കൊള്ളൂല മോളൂ. അങ്ങനെ എനിക്ക് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എത്രയോ നല്ല ഹോട്ടലുകളുണ്ടായിരുന്നു, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതെ, ഇത് ഒരു ഒഴിഞ്ഞ കടവിലായോണ്ടേ ആരെയും, അതായത് പരിചയമുള്ള ആരെയും കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വിചാരിച്ചിട്ട് എന്തായി? ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ കാണരുതെന്ന് ആഗ്രഹിച്ചവരെ തന്നെയാണ് കണ്ടത്. ആരുടെ കാര്യമാണ് മോളോ നീ പറയുന്നത്? അതെ, ആ കല്യാണി കല്യാണി അവളുടെ കെട്ടിയോൻ കിരണും ഇല്ലേ? അവരെ തന്നെയാണ് കണ്ടത്. അതായതേ എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഒരുത്തിയില്ലേ, ചാടിപ്പോയോള് അനീഷ, അവളുടെ സംരക്ഷണേ ഇപ്പം അവരാ ഏറ്റെടുത്തിരിക്കുന്നത്. അവരെ 2 പേരെയാണ് ഞാനിവിടെ വെച്ച് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്ന് കയറിയതാ. എന്നിട്ട് കുറേ നേരം എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് പോയി 2 എണ്ണം. എനിക്ക് അപ്പം തൊട്ട് ദേഷ്യം വന്നതാ. വെറുതെ ആയിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഓ അത് പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കും മോള്? ഇത്തരം കാര്യം കാണുമ്പോഴുണ്ടല്ലോ സംസാരിക്കാനേ പോവണ്ട, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ട് പോട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനോഹർ പറയാണ്, ആ മോളു, നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് അമേരിക്കയിൽ അങ്ങ് പോയി കഴിയുമ്പോൾ ഇതുപോലുള്ള മുഖങ്ങളെയൊന്നും നമുക്ക് കാണണ്ട. അപ്പോൾ ഉടനെ തന്നെ മേഘന പറയണേ, അതേ റോണിയേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകണം. റോണിയേട്ടൻ പറ, നമ്മൾ എന്നാ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നത്? അയ്യോ പെട്ടു. അപ്പോൾ ഉടനെ തന്നെ മനോഹർ പറയണം, മോളു അത് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ പോവും. ഞാൻ പോയതിന് ശേഷം ഉണ്ടല്ലോ പിന്നീട് മോളിനെ കൊണ്ടുപോകാം. അതെന്താ അങ്ങനെ?
കല്യാണത്തിന് മുമ്പ് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോകുമെന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നെയാണ് ഞാൻ ഓർത്തത്, അവിടെ ചെന്നിട്ടേ നമുക്ക് രണ്ടുപേർക്കും താമസിക്കാനേ നല്ലൊരു ഫ്ലാറ്റൊക്കെ സെറ്റാക്കണ്ടേ, അതിന് ശേഷം മോളുവിനെ കൊണ്ടുപോകാം. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, സ്വന്തമായിട്ട് അവിടെ വില്ല ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ആ അത് ശരിയാ, എനിക്ക് സ്വന്തമായിട്ട് അവിടെ വില്ലയൊക്കെ ഉണ്ട്. പക്ഷേ ആ വില്ല പോരല്ലോ മോളൂരെ കൊണ്ടുപോകുമ്പം, അതിനേക്കാളും വലിയൊരു വില്ല വേണ്ടേ. അപ്പോൾ ഞാൻ ചെന്നതിന് ശേഷം അതുപോലൊരു വലിയൊരു വില്ല ശരിയാക്കിയതിന് ശേഷം മോളൂനെയും കൊണ്ടുപോകാം, ഓക്കെ എന്നിങ്ങനെ പറയണം. അത് മാത്രമല്ല, ഞാനേ അവിടെ ചെന്നിട്ട് ഈ വലിയ വില്ല സെറ്റാക്കിയതിന് ശേഷം അവിടെയൊക്കെ തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കണം. അതിന് ശേഷം മാത്രമേ മോളിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് മതി റോണിയേട്ടാ. പിന്നെ മോളുവിൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മയുടെയൊക്കെ ഒരുങ്ങി റെഡിയായിരിക്കാൻ പറയണം, അവരെയും കൊണ്ടുപോകും. അത് വേണ്ട റോണിയേട്ടാ, അവരെ എന്തായാലും ഇപ്പോഴൊന്നും കൊണ്ടുപോകണ്ട. അതെന്താ അങ്ങനെ? അത് പിന്നെ ഇപ്പോഴേ അവരെയൊന്നും കൊണ്ടുപോകണ്ട. നമ്മളെന്തായാലും അവിടെയൊക്കെ പോകുന്നത് നമ്മുടെ ഹണിമൂണും കൂടി ആഘോഷിക്കാനല്ലേ. അപ്പോൾ അവരെയൊന്നും കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലത്. എന്തായാലും ഒരു 1-2 മാസത്തേക്ക് റോണിയേട്ടനെ മാത്രമായിട്ട് എനിക്ക് വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരാരെയും കൊണ്ടുപോകണ്ട. അപ്പോൾ ഉടനെ മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഇവളുമാരുടെയൊക്കെ ജീവിതം ഇങ്ങനെ നശിക്കാനുള്ള കാരണേ ഇവളുമാരെയൊക്കെ ഈ ആക്രാന്തം പിടിച്ച സ്വഭാവം കൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. റോണിയേട്ടൻ എന്താ ഇപ്പം മനസ്സിൽ ഓർത്തത്? ഒന്നുമില്ല മോളു, ഞാനൊന്നും ഓർത്തില്ല. പിന്നെ ഞാൻ ഓർക്കുകയായിരുന്നു മോളുവിൻ്റെ സ്വഭാവം. എത്ര നല്ല സ്വഭാവമാണ്. മോളു, പിന്നെ എന്നെ ഇന്നലെ കൂടി അമേരിക്കയിലുള്ള മലയാളികൾ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നോ, എനിക്കവിടെ അവരെല്ലാവരും കൂടി ചേർന്ന് വലിയ രീതിയിലൊരു സ്വീകരണം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ താമസം മാറിയതിൻ്റെ പിറ്റേ ദിവസം അവിടെ നല്ല രീതിയിലൊരു സ്വീകരണമുണ്ട് നമുക്ക് 2 പേർക്കും കൂടി. ആണോ? അതേന്നേ. അപ്പോൾ ആ ഒരു സ്വീകരണത്തിലേ നമ്മൾ 2 പേരും കൂടിയാണ് പോണത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ സ്വീകരണത്തിന് പോകുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ നിന്ന് പോകുമ്പോൾ താലിമാല മാത്രമേ കഴുത്തിലിടാൻ പാടുള്ളൂ, ബാക്കി സ്വർണ്ണമൊന്നും ഇട്ടോണ്ട് വരരുത്. അതെന്താ അങ്ങനെ? അതെന്താണ് അങ്ങനെയെന്ന് വെച്ചാലേ, അവിടെ അമേരിക്കയിലുള്ള മലയാളികൾ എങ്ങനെയാണെന്നറിയാമോ, എന്നെ വലിയ കാര്യമാണ് എല്ലാവർക്കും. അപ്പോൾ ഈ സ്വീകരണത്തിന് പങ്കെടുക്കുമ്പോഴുണ്ടല്ലോ, ഓരോരുത്തരും നമുക്ക് സ്വീകരണം തരാനായിട്ട് വരുന്ന ഓരോരുത്തരും ഗിഫ്റ്റായിട്ട് 10 പവൻ വീതമാണ് തരുന്നത്. 10 പവനോ? അതേന്നേ, 10 പവൻ വെച്ചിട്ടാണ് ഓരോരുത്തർ തരുന്നത്. അപ്പോൾ അവിടെ ഉള്ള മലയാളികൾ എല്ലാവരും കൂടി തരുന്നതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 300 പവൻ ഏറ്റവും കുറഞ്ഞത് കാണും. അപ്പോൾ ഈ 300 പവനും കൂടെ കഴുത്തിലിടുന്നതിൻ്റെ ഇടയിൽ മോളുവിൻ്റെ വീട്ടിൽ നിന്ന് തന്ന 101 പവനും കൂടെ ആകുമ്പോൾ മോൾക്ക് എണീച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോളുവിൻ്റെ സ്വർണ്ണമൊന്നും ഇടരുത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫ്ലൈറ്റിലല്ലേ പോകുന്നത്, അപ്പോൾ ഈ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ തന്നെ നിഷ പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ സ്വർണ്ണമെല്ലാം റോണിയേട്ടനെ തരാം. എനിക്കെന്തിനാ മോളു? അല്ല, റോണിയേട്ടന് തരാം. റോണിയേട്ട അത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്തോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അത് വിറ്റിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മോളുവിൻ്റെ പേരിൽ തന്നെ ബാങ്കിലിട്ടേ. അത് വേണ്ട റോണിയേട്ടാ, എനിക്കുള്ള പൈസ, പണം, സ്വർണം എല്ലാം റോണിയേട്ടനൂടെ അവകാശപ്പെട്ടതല്ലേ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അത് വിറ്റിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തേക്കാം നമ്മൾ 2 പേരുടെയും പേരിൽ. അത് കൊള്ളാൻ മോളൂ, നല്ല ഐഡിയ. എന്നിട്ട് ഉടനെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ ചെയ്യടി, എന്നിട്ട് ആ ATM കാർഡും കൊണ്ട് ഞാൻ മുങ്ങും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നിഷ ചോദിക്കണേ, എന്താ റോണിയേട്ടാ മനസ്സിലോർത്തത്? ഒന്നുമില്ല മോളൂ, ഞാൻ ഒന്നും ഓർത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നീട് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ കിരണും കല്യാണിയും പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരണിനോട് കല്യാണി പറയണ്, എന്തായാലും അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലായിരുന്നു കിരണേട്ടാ, എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ നശിപ്പിക്കുന്നത്. ഇവനെ പോലെ ഒരു വൃത്തികെട്ടവനെ നമ്മളിങ്ങനെ വെറുതെ വിട്ടത് ശരിയായില്ല, ഇപ്പം തന്നെ അവൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കണമായിരുന്നു. അപ്പോൾ കിരൺ പറയണേ, ഇല്ല കല്യാണി, അങ്ങനെ ഞാൻ ചെയ്യില്ല. കാര്യം എന്താണെന്നറിയാമോ, നിഷ എന്ന് പറയുന്ന അവളുണ്ടല്ലോ മേഘനയെ ഒരുപാട് സങ്കടപ്പെടുത്തിയവളാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള അവൾക്കൊരു തിരിച്ചടി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അവളുടെ കയ്യിൽ നിന്നേ അവൾക്ക് നല്ലൊരു തിരിച്ചടി കിട്ടട്ടെ ആദ്യം, അതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പിന്നെ ഈ മനോഹറിൻ്റെ കാര്യത്തിലേ നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിഷയും സരയും ഒക്കെ അറിയുമ്പോഴുണ്ടല്ലോ അവർ 2 പേരും മതി അവനെ കൈകാര്യം ചെയ്യാൻ എന്നിങ്ങനെ പറയണം.
അപ്പോൾ ഉടനെ കല്യാണി പറയണം, എന്നാലും എനിക്കെന്തോ അതിനോട് അത്ര യോജിപ്പില്ല. നിഷ അഹങ്കാരിയൊക്കെ തന്നെയാണ്, എന്നാലും അവളൊരു പെൺകുട്ടിയല്ലേ. അപ്പോൾ ഉടനെ കിരൺ പറയണം, കല്യാണി ഇതാണ് നിൻ്റെ സ്വഭാവം. അങ്ങനെ നമ്മളെ ആവശ്യമില്ലാതെ എല്ലാവരുടെ കാര്യത്തിലും ഇതുപോലെ നമ്മൾ ഇമോഷണൽ ആവേണ്ട ഒരു കാര്യമില്ല. അവൾ അത് അർഹിക്കുന്ന കല്യാണി. എന്തായാലും അവളുമായിട്ടുള്ള കാര്യം അങ്ങനെ തന്നെ നടക്കട്ടെ, കുറച്ച് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. കാരണം അവളുടെ അഹങ്കാരം ഒന്ന് കുറയണം. പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ ദൈവങ്ങൾ പതുക്കെ പതുക്കെ കൊടുക്കോളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കല്യാണി, ഇപ്പോൾ കൈയോടനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടേ ആ നിഷ എന്ന് പറയുന്നോളൂ നല്ല രീതിയിൽ പെടട്ടെ, അതിനുശേഷം നമുക്ക് പതുക്കെ കൊണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം എന്നിങ്ങനെ കിരൺ പറയണം. അതിനുശേഷം കിരൺ പറയുകയാണ്, നീ എന്തായാലും ഇതൊന്നും മേഘനയോട് പറയാൻ നിൽക്കേണ്ട. മേഘനയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല സങ്കടമാവും. കാരണം അവൾക്ക് അവളുടെ അനിയത്തിയോട് വലിയ സ്നേഹമാണ്. അപ്പോൾ നമ്മളായിട്ട് അവളെ വിഷമിപ്പിക്കാനൊന്നും നിൽക്കേണ്ട. അപ്പോൾ ഉടനെ കല്യാണി പറയണേ, ഇല്ല കിരണേട്ടാ, ഞാൻ എന്തായാലും അവളോട് പറയില്ല. എന്നാൽ കല്യാണി വേഗം വണ്ടിയിൽ കയറാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ കിരൺ കല്യാണിയോട് പറയുകയാണ്, ആ കല്യാണി, ഇവനെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പോട്ടെ, ഇത് ഇവൻ്റെ ലാസ്റ്റ് ഹണിമൂൺ ട്രിപ്പാണ്, അവരെ അടിച്ച് പൊളിക്കട്ടെ. അതിനുശേഷം കുറച്ച് നാൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ മേഘനയ്ക്ക് മനസ്സിലാവും. അതിനുള്ള സാഹചര്യങ്ങളെ അവനായിട്ട് തന്നെ ഉണ്ടാക്കിക്കോളും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പൊളിച്ച് കൈ കൊടുക്കും. പിന്നെ അവൻ കേരളം വിട്ട് പോയാൽ പോലും അവനെ കുരുക്കാനുള്ള സകല തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് അവനെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അവന് അധികം എങ്ങും പോയാലും അവൻ എപ്പോഴായാലും നിയമത്തിൻ്റെ മുന്നിൽ ഹാജരായേ പറ്റൂ. പിന്നെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ അവൻ ഒരു കാലത്തും അവൻ്റെ ഈ ആയുഷ്കാലം മുഴുവനും അവൻ ജയിലിൽ കഴിയേണ്ടി വരും. അതിനും വേണ്ടി കുറ്റകൃത്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നിഷ അവൻ്റെ എത്രാമത്തെ ഭാര്യയാണെന്ന് വെച്ചാൽ അവന് പോലും ശരിക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ അതിനുശേഷം കിരൺ പറയണം, കല്യാണി നമ്മൾ എന്തായാലും ഇനിയുള്ളത് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് കഴിയുമ്പോഴത്തേക്ക് നിനക്ക് ഡൽഹിയിൽ പോകാനുള്ള സ്വീകരണത്തിന് പോകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വരികയാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ സമയം മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇവൻ്റെ പിന്നാലെ വന്നു കൂടിയത്. അതുകൊണ്ട് തന്നെ നമുക്കിനി പെട്ടെന്ന് പോകണം. അതിനു മുമ്പ് ആദ്യം നമുക്കൊരു പർച്ചേസിങ്ങിന് പോകണം, കുറച്ച് ഡ്രസ്സ് എടുക്കണം, നല്ല കുറേ സാരികളൊക്കെ മേടിക്കണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ കിരണും കല്യാണിയും കൂടെ സാരിയൊക്കെ മേടിക്കാനായിട്ട് വണ്ടി വിട്ട് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ നിഷയും നമ്മുടെ മനോഹറുമാണ് അവരിങ്ങനെ ഫുഡ് കഴിക്കുകയാണ്, നൂഡിൽസാണ് കഴിക്കുകയാണ്. അങ്ങനെ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. അപ്പോൾ നിഷയ്ക്ക് വീണ്ടും ആ മുഖത്തെ പാടിലാണ് കണ്ണ്. നിഷ പറയണേ, എന്നാലും റോണിയേട്ട ആ അടയാളം കനത്ത് വരുന്നതല്ലാതെ അത് കുറയുന്നില്ലല്ലോ, എന്താ സത്യം പറ റോണിയേട്ട, ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചത്? സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ തല്ലിയതാണെന്നേ തോന്നൂ. അപ്പോൾ ഉടനെ മനോഹർ പറഞ്ഞേ, മോളു ഇതെന്നെ ആര് തല്ലാനാണ് മോളു, ഇത് തല്ലിയതൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ ആട്ടാമ്പുഴു ആട്ടിയതാണ്. എന്നാലും അത് വല്ലാത്തൊരു ആട്ടലായിപ്പോയല്ലോ. മോളു അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് അമേരിക്കയിൽ പോകുന്ന കാര്യം മാത്രം മോൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ മുഖത്ത് ആട്ടാമ്പുഴു ആട്ടിയതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് പോയതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് അടിച്ച് പൊളിക്കും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഉടനെ ഉണ്ടല്ലോ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പോൾ ഉടനെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഒരു 1.5 വർഷം അടിച്ച് പൊളിച്ച് ജീവിക്കാനുള്ള സ്വർണ്ണമുണ്ട് ഇവളെ കയ്യിൽ, അതിങ്ങ് അടിച്ച് മാറ്റിയെടുത്ത് അത് തീരുന്നതിനെ വെച്ച് വേറെ ഏതെങ്കിലും ഒരു പുളിങ്കൊമ്പ് കയറി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മനോഹർ ചിന്തിക്കുകയാണ്, എന്തായാലും ഇവൾ എൻ്റെ കഴുത്തിൽ ഇപ്പോൾ കനത്തിനൊരു മാല ഇട്ടപ്പോൾ സരയു ഇട്ട് എന്ന കനത്തിനുള്ള മാല വിറ്റു. ആ മാലയിലാണ് ഇപ്പം ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സ്വർണ്ണം ഒപ്പിക്കണം, എന്നാലേ ഇവളെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയത്ത് കിരണും കല്യാണിയും കൂടി ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുകയാണ്, ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കിരൺ ഓരോരോ സാരികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കല്യാണിക്ക് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കല്യാണി പറയാണ്, കിരണേട്ടാ ഈ സാരി കൊള്ളാമോ, ആ സാരി കൊള്ളാമോ, അങ്ങനെ കുറേ സാരികളൊക്കെ രണ്ടുപേരും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ സാരികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ കിരൺ പറയുകയാണ്, നല്ല വില കൂടിയ സാരികൾ എടുത്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു സാരി എടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് എത്ര രൂപയായി എന്ന് നമ്മുടെ കിരൺ ചോദിക്കുകയാണ്. അപ്പോൾ സാരി എടുത്തിട്ടിരിക്കുന്ന ആൾ പറയണം, ഇത് 16,000 എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയണം, അയ്യോ ഇത്രയും വില കൂടിയ സാരികളൊന്നും അത് വേണ്ട എന്ന് പറയുമ്പോൾ കിരൺ പറയണം, അതൊന്നും പറ്റില്ല കല്യാണി, ഏറ്റവും വില കൂടിയ സാരി തന്നെ നീ ഉടുക്കണം. പ്രത്യേകിച്ച് നിനക്ക് സാരി ഉടുത്താലുണ്ടല്ലോ കാണാൻ നല്ല പ്രത്യേക ഭംഗിയാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഡൽഹിയിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ, സ്വീകരണ ചടങ്ങിൽ അവിടെ വരുന്നവരൊക്കെ നല്ല വില കൂടിയ മോഡേൺ ഡ്രസ്സ് ഇട്ടായിരിക്കും വരുന്നത്. അവിടെയായിരിക്കും
വ്യത്യസ്തയാവേണ്ടത്. നീ ഇവിടെ നിന്ന് നാടൻ ലുക്കിൽ സാരിയൊക്കെ ഉടുത്ത് പോകുമ്പോഴുണ്ടല്ലോ നിന്നെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം കിരൺ പറയുകയാണ് ഈ റേറ്റിലുള്ള ഒരു 2-3 സാരി എടുത്തിടാൻ പറയുകയാണ്. എന്നിട്ട് കല്യാണിയോട് പറയണം, കല്യാണി ഒരു 2-3 സാരിയെങ്കിലും മേടിച്ച് നീ കൊണ്ടുപോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആരാണ് കാർത്തികയും നമ്മുടെ പ്രകാശനും കൂടി വരികയാണ്. അപ്പോൾ കാർത്തികയോട് പ്രകാശൻ പറയാണ്, പ്രകാശൻ്റെ കൂടെ കാർത്തിക പറയുകയാണ്, അച്ഛന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാം, നല്ല ഡ്രസ്സ് നോക്കി എടുക്കണം കേട്ടോ, കൂടിയത് തന്നെ എടുക്കണം. അപ്പോൾ പ്രകാശൻ പറയണം, മോളെ എനിക്ക് അങ്ങനെ ഡ്രസ്സ് വേണമെന്നൊന്നുമില്ല, പിന്നെ നീ നിർബന്ധം പറഞ്ഞുകൊണ്ട് നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വന്നേ ഉള്ളൂ. അച്ഛന് ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇഷ്ടം? അങ്ങനെ ഒന്നുമില്ല, മോൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്ത് തന്നാൽ മതി, അതേതായാലും ഞാനിടും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരിങ്ങനെ മുന്നോട്ട് നടന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ കിരണിനെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ കിരൺ നമ്മുടെ കാർത്തികയെയും പ്രകാശനെയും കൂടി കാണുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കിരൺ കല്യാണിയോട് പറയണം, കല്യാണി അത് നോക്കുക, നിൽക്കുന്ന പാർട്ടികൾ ആരാണെന്ന് നോക്കാൻ പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ കല്യാണി ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെ കാണുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക പ്രകാശനോട് പറയുകയാണ്, ദേ കണ്ടില്ലേ വന്ന് നിൽക്കുന്ന കക്ഷികളെ കണ്ടില്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ 2 കൂട്ടരും പരസ്പരം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എപ്പിസോഡ് തീരുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം നമ്മുടെ പ്രകാശനും കിരണും നമ്മുടെ കല്യാണിയായിട്ട് വഴക്കുണ്ടാവോ, ഇനി അവിടെ വലിയൊരു യുദ്ധം നടക്കുമോ, ഇനി കാർത്തികയായിട്ട് വഴക്കുണ്ടാവോ, കാർത്തിക പുറമേ പ്രകാശൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ കിരണിനോടും കല്യാണിയോടും വളരെ മോശമായിട്ട് പെരുമാറോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്ന് തർക്കമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.